മലയാളക്കര ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാന്. ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന എമ്പുരാന് മാർച്ച് 27-നാണ് തിയേറ്ററുകളിലെത്തുക. രാവിലെ 6 മണി മുതലാണ് കേരളത്തിലെ എമ്പുരാന്റെ ആദ്യ പ്രദർശനം ആരംഭിക്കുക. ചിത്രത്തിന്റെ ആദ്യ അപ്ഡേറ്റ് മുതൽ പലരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷന് എമ്പുരാന് തകർക്കുമോ എന്നത്. ഇപ്പോഴിതാ മലയാളത്തിലെ പല ട്രാക്കർമാരും എമ്പുരാന് ലിയോയുടെ ആദ്യദിന കളക്ഷന് തകർക്കാന് വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ് അഭിപ്രായപ്പെടുന്നത്. തമിഴിലെ ഏറ്റവും ഹൈപ്പേറിയ ചിത്രമായാണ് ലിയോ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ലോകേഷ് വിജയ് കോംബോ എന്നതിന് പുറമെ സിസ്റ്റർ ും ചിത്രത്തിന്റെ ഹൈപ്പിന് പ്രധാന കാരണമായിരുന്നു. കേരളത്തിലെ 700 സ്ക്രീനുകളിലെ പ്രദർശനത്തിനെത്തിയ ലിയോയുടെ ആദ്യ ഷോ പുലർച്ചെ 4 മണിക്കായിരുന്നു ആരംഭിച്ചത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന പ്രീ സെയിൽ റെക്കോർഡും ലിയോ സ്വന്തമാക്കിയിരുന്നു. ആദ്യദിനം കേരളത്തിലെ മാത്രം 4000 നടുത്ത ഷോസ് ലിയോ കളിച്ചിരുന്നു. ഇതിലൂടെയാണ് 12 കോടി ഫസ്റ്റ് ഡേ കളക്ഷന് ലിയോ ലഭിച്ചത്. എമ്പുരാന്റെ ആദ്യ ഷോ 6 മണിക്കായതിനാൽ എല്ലാ സെന്ററുകളിലും ആദ്യദിനം 5 ഷോ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കേരളത്തിലെ 722 സ്ക്രീനുകളിൽ 600 സ്ക്രീനിലെ എമ്പുരാന് പ്രദർശനത്തിനെത്തിയേക്കും. എന്നാൽ ആദ്യദിനം എല്ലാ സ്ക്രീനിലും 5 ഷോ വെച്ച് നടത്തിയാൽ മാത്രമേ ലിയോയെ മറികടക്കാൻ എമ്പുരാന് സാധിക്കുള്ളൂ. ഉള്ള പോസിറ്റീവ് റിവ്യൂ ലഭിച്ചാൽ കേരളത്തിലെ സകല കളക്ഷന് റെക്കോർഡും എമ്പുരാന് തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ലിയോയുടെ ആദ്യദിന കളക്ഷന് എമ്പുരാന് മറികടന്നില്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും ആ റെക്കോർഡ് മറ്റൊരു ചിത്രവും തകർക്കില്ലെന്നതിൽ സംശയമില്ല. ഖുറേഷി അബ്രാം ബോക്സ് ഓഫീസിന്റെ അന്തകനായി മാറുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ആശീർവാദ് സിനിമാസിനൊപ്പം ശ്രീ ഗോകുലം മൂവീസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം പ്രദർശനത്തിനെത്തിക്കുക. 6 രാജ്യങ്ങളിലായി 150 ദിവസത്തോളം നീണ്ടുനിന്ന ഷൂട്ടായിരുന്നു എമ്പുരാന്റേത്. പാന ഇന്ത്യനായി ഒരുങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചും മറ്റ് പ്രൊമോഷനുകളും അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.